ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നല്ല ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഈ സംഭാരം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടൊന്ന് സംഭാരം ഉണ്ടാക്കി നോക്കാം. ഒരു കപ്പ് തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ തൈര് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 കാന്താരിമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണെങ്കിൽ 1-2 ചേർത്താലും മതിയാവും. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. മോരിൻ്റെ അല്ലെങ്കിൽ തൈരിൻ്റെ പുളി അനുസരിച്ച് നമുക്ക് ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കണം. ഇനി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഒരു 5-6 കറിവേപ്പില നമ്മൾ കൈ വെച്ചൊന്ന് തിരുമിയിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1-2 ചെറിയ ഉള്ളി ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് മിക്സിയിലൊന്ന് ജസ്റ്റ് അത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം നന്നായിട്ട് മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വെള്ളം ചേർക്കണം. നമ്മൾ 1 കപ്പ് തൈരാണല്ലോ ചേർത്തത്. അപ്പോൾ നമ്മളൊരു 3 കപ്പ് വെള്ളം അതിലോട്ട് ചേർത്ത് അത് നേർപ്പിച്ചെടുക്കുകയാണ്. നല്ല തണുത്ത വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മിക്സിയിൽ 1 മിനിറ്റ് കൂടി ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളവും തൈരും നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ടാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ നല്ല തണുത്ത സംഭാരം റെഡി ആയിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ഇടാം. ഇത് അരിച്ച് കുടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്നതൊക്കെ നേരിട്ട് കുടിക്കുകയാണ് നല്ലത്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഈ സംഭാരം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.